ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു വർത്തമാനം. ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ. തൃശ്ശൂർ പാമ്പാടി നെഹ്റു കോളേജിലെ ജിഷ്ണു പ്രണോയ് എന്ന വിദ്യാർത്ഥിയുടെ മരണം, ആ മരണം ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന് വ്യവച്ഛേദിക്കാൻ കഴിയാത്ത വണ്ണം ഒത്തിരി സാമൂഹ്യ പ്രശ്നങ്ങൾ ഉള്ളടങ്ങിയിരിക്കുന്ന ആ ആത്മഹത്യയെ തുടർന്നുണ്ടായ സംഭവഗതികൾ, ആ സംഭവഗതികളുടെ ഒരു പരിണിതിയായി വരുന്നു സ്വാശ്രയ കോളേജുകളെ നിയന്ത്രിക്കാൻ സർക്കാർ ഇടപെടുന്നു. സ്വാശ്രയ കോളേജുകളെ സംബന്ധിച്ച് ഇതപര്യന്തം നാം കേൾക്കാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണ് ഈ പാമ്പാടിയിലെ ഈ നെഹ്റു കോളേജിൽ നിന്ന്, വലിയ ആളിൻ്റെ പേരിലാണ് കോളേജ്, നെഹ്റു കോളേജിൽ നിന്ന് നമുക്ക് ലഭിച്ചിരുന്നത്. കഴിഞ്ഞ ദിവസം പത്രങ്ങൾ വായിച്ച് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, ഒരു കോളേജിൽ ലൈബ്രറിയും ലാബറട്ടറിയും ഒക്കെയാണ് ഉണ്ടാവുക എന്ന നിലയ്ക്ക് മാറി. ഒരു കോളേജിന് അനിവാര്യമായും വിദ്യാർത്ഥികളെ മർദ്ദിക്കാൻ ഒരു മർദ്ദിക്കുന്ന മുറി അതുണ്ടാകണം എന്ന നിലയ്ക്ക് കോളേജിലെ അധ്യയന രീതിയെ മാറ്റിയെടുത്ത ഒരു വിഭാഗം ആളുകളാണ് പാമ്പാടിയിലെ നെഹ്റു കോളേജ് നടത്തുന്നത്. അവിടെ വിദ്യാർത്ഥികൾ ആരും ഒരു പ്രതിരോധവും പ്രതിഷേധവും ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി ഒരു ഇടിമുറി സജ്ജമാക്കി അധ്യാപകരടക്കമുള്ള ആളുകൾ ചേർന്ന് വിദ്യാർത്ഥികളെ മർദ്ദിച്ചവശരാക്കുന്ന ഒരു രീതിയുണ്ട് എന്ന കാര്യം കൊലപാതകത്തിനടുത്ത് നിൽക്കുന്ന ഈ ആത്മഹത്യയിലൂടെയാണ് പുറം ലോകം അറിഞ്ഞത്. വാസ്തവത്തിൽ ദീർഘകാലമായി പ്രവർത്തിക്കുന്ന ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം ഉണ്ട് ഈ സംസ്ഥാനത്തിന്. വിദ്യാർത്ഥി പ്രസ്ഥാനം ഉണ്ട് എന്ന് മാത്രമല്ല, പിൽക്കാലത്ത് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ കടന്നു വന്ന ധാരാളം നേതാക്കൾ നമുക്കുണ്ട്. അതുപോലെ തന്നെ ധാരാളം ഭരണാധിപർ, മുഖ്യമന്ത്രി കസേരയിലേക്ക് തന്നെ വിദ്യാർത്ഥി നേതാക്കളായി കടന്നു വന്ന ആളുകൾ എത്തിച്ചേർന്ന ഒരു ചരിത്ര പശ്ചാത്തലവും കേരളത്തിലുണ്ട്. പലപ്പോഴും കേരളത്തെക്കുറിച്ച് നാം കേട്ടിരുന്നത് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിൽ അധ്യാപകരെ ഭരിക്കുന്നു എന്നാണ്. അധ്യാപകരെ മാത്രമല്ല, പരീക്ഷയെ ഭരിക്കുന്നു. യൂണിവേഴ്സിറ്റി കോളേജിൽ ഫാസിസമാണ് നടക്കുന്നത് എന്ന നിലയ്ക്കുള്ള വിദ്യാർത്ഥി യൂണിയൻ്റെ ഫാസിസം ആക്ഷേപങ്ങൾ നാം കേട്ടിരുന്നു. അതുമാത്രമല്ല, യൂണിവേഴ്സിറ്റി കോളേജിനെ കേന്ദ്രീകരിച്ച് വൻതോതിൽ പരീക്ഷാക്രമക്കേട് വിദ്യാർത്ഥി യൂണിയൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്നത് കൊണ്ട് അധ്യാപകർക്ക് പ്രതിഷേധിക്കാനോ എതിരായി ഒരക്ഷരം പറയാനോ കഴിയുന്നില്ല എന്ന ആക്ഷേപമൊക്കെ കേട്ടിരുന്നു. അതായത് വിദ്യാർത്ഥി സംഘടനകളാണ് എല്ലാത്തിനും മുൻകൈ എടുത്തിരുന്നത്, അവർക്കായിരുന്നു അധികാരമെങ്കിൽ. ഇതാ ഇവിടെ കാണുക, ഈ പാമ്പാടിയിലെ നെഹ്റു കോളേജിൽ ഈ കുട്ടി ആത്മഹത്യയിലേക്ക് സഞ്ചരിക്കാൻ നിർബന്ധിതമാക്കിയത് പരീക്ഷാ ഹാളിൽ നടന്ന ചില സംഭവഗതികളുമായി ബന്ധപ്പെട്ടാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകണ്ട. ഏതായാലും ആ മരണം ഉണ്ടാക്കിയ, തീരാനഷ്ടം ഒരു കുടുംബത്തിന് ഏർപ്പെടുത്തിയ, ദുരന്തപൂർണമായ ഒരു മരണം ഉളവാക്കിയ സാധകം നിറഞ്ഞ ചില പ്രവർത്തനങ്ങൾ എന്ന് പറയാവുന്നത് സ്വാശ്രയ കോളേജുകളെ കടിഞ്ഞാണിടണം എന്ന നിലയ്ക്ക് ഉള്ള ഒരു വെളിച്ചത്തിലേക്ക്, നിരീക്ഷണത്തിലേക്ക്, വീക്ഷണത്തിലേക്ക്, നടപടികളിലേക്ക്, സ്വാശ്രയ കോളേജുകളെ കടിഞ്ഞാണിടണം എന്ന നടപടിയിലേക്ക് സർക്കാർ എത്തി എന്നതാണ് മലയാള മനോരമ അതേ വാക്കുപയോഗിച്ചുകൊണ്ട് ആ വാർത്ത ലീഡാക്കിയിരിക്കുന്നു. സ്വാശ്രയ കോളേജുകൾക്ക് കടിഞ്ഞാൺ, പ്രവർത്തനം പരിശോധിക്കാൻ ഉന്നതതല സമിതി, സാങ്കേതിക സർവകലാശാല ഓംബുഡ്സ്മാനെ വയ്ക്കുന്നു ആ സർവകലാശാലയ്ക്ക് മാത്രമായി. അത് ഒരു നിരീക്ഷണ സമ്പ്രദായമാണ്, ഒരു നിയമ സംവിധാനവുമാണ് ഓംബുഡ്സ്മാൻ. ആ അർത്ഥത്തിൽ പ്രത്യേക നിയമ സംവിധാനം സാങ്കേതിക സർവകലാശാലയ്ക്ക് വേണമെന്ന് കരുതുന്ന രീതിയിലോളം വിദ്യാർത്ഥി മർദ്ദനം ഈ രംഗങ്ങളിലൊക്കെ വളർന്നിരിക്കുന്നു എന്നാണ് കേരളം നിരീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ നേരിട്ടേ കഴിയൂ എന്ന തീരുമാനത്തിൻ്റെ ഭാഗമായി സ്വാശ്രയ കോളേജുകൾക്ക് കടിഞ്ഞാൺ വീഴുന്നു ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന്. വാർത്ത കാണുക. തൃശ്ശൂർ പാമ്പാടി നെഹ്റു എഞ്ചിനീയറിംഗ് കോളേജ് സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ സ്വാശ്രയ കോളേജുകളുടെ പ്രവർത്തനം പരിശോധിക്കാൻ ഉന്നതതല സമിതിയെ നിയോഗിക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചു. സമിതിയുടെ ഏകോപനം വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥിനായിരിക്കും. പാമ്പാടി നെഹ്റു കോളേജിൽ മരിച്ച
ജിഷ്ണു പ്രണോയിയുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ ധനസഹായം നൽകാൻ മന്ത്രിസഭ തീരുമാനിച്ചു. സാങ്കേതിക സർവകലാശാലയ്ക്ക് കീഴിലുള്ള വിദ്യാർത്ഥികളുടെ പരാതികൾക്ക് പരിഹാരം കാണുന്നതിന് ഓംബുഡ്സ്മാനെ നിയമിക്കാനും സർവകലാശാല തീരുമാനമെടുക്കുകയുണ്ടായി. 120 എഞ്ചിനീയറിംഗ് കോളേജുകൾ ഇന്ന് പ്രതിഷേധ സൂചകമായി അടച്ചിടുന്നു. കാരണം നെഹ്റു കോളേജും അതുപോലെ തന്നെ അതിൻ്റെ ഓഫീസുമൊക്കെ വിദ്യാർത്ഥികൾ, അമർഷം പുകയുന്ന വിദ്യാർത്ഥികൾ തല്ലി തകർക്കുകയുണ്ടായി. അതിൽ പ്രതിഷേധിച്ച് മാനേജ്മെൻറ്റ് 120 എഞ്ചിനീയറിംഗ് കോളേജുകൾ ഇന്ന് അടച്ചിട്ട് പ്രതിഷേധിക്കുകയും ചെയ്യുന്നു എന്നും ഈ വാർത്ത നമ്മോട് പറയുന്നു. ജിഷ്ണു ആത്മഹത്യ ചെയ്തതാണോ അല്ലയോ എന്ന് സൂചിപ്പിക്കുമ്പോൾ ആത്മഹത്യ ചെയ്യാതിരിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് അയാളെ തള്ളിവിട്ട കോളേജിലെ ഇടിമുറിയിലെ ഭീകരന്മാരുണ്ടല്ലോ, ഭീകര സത്വങ്ങൾ, അധ്യാപകരുടെ വേഷത്തിൽ, അതുമാതിരി തന്നെ മറ്റ് നടത്തിപ്പുകാരുടെ വേഷത്തിൽ ഒക്കെ അവിടെ നിൽക്കുന്ന ഗുണ്ടകൾ. ആ ഗുണ്ടകളെ സംബന്ധിച്ച് ആ കുട്ടിക്ക് വലിയ വേപുതയുണ്ടായിരുന്നു. അതാണ് ഒടുവിൽ ആത്മഹത്യയിലേക്ക് എത്തിച്ചത് എന്ന ആക്ഷേപം ശക്തമായിരിക്കെ ആ കുട്ടി എഴുതി എന്ന് പറയപ്പെടുന്ന ഒരു ആത്മഹത്യാ കുറിപ്പ് ഇന്ന് ചർച്ചാ പ്രമേയമായിരിക്കുന്നു. മാതൃഭൂമി അത് ഒരു ഒന്നാമത്തെ വാർത്തയാക്കിയിരിക്കുന്നു. ആദ്യ പുറത്തെ അങ്ങനെ ഒരു കുറിപ്പുണ്ടായിരുന്നോ ഇല്ലയോ എന്ന കാര്യം തന്നെ തർക്ക വിഷയമായിരിക്കുന്ന സാഹചര്യത്തിൽ ആ കുറിപ്പിൽ എന്താണുള്ളത്? എൻ്റെ സ്വപ്നങ്ങൾ നഷ്ടമായി എന്ന് പരിതപിക്കുന്നു. മരണത്തിന് തൊട്ടു മുമ്പ് ജിഷ്ണു. എൻ്റെ സ്വപ്നങ്ങൾ നഷ്ടമായി, ജിഷ്ണുവിൻ്റേത് എന്ന് കരുതുന്ന കുറിപ്പ് കിട്ടി. കുറിപ്പ് ജിഷ്ണുവിൻ്റേതല്ല എന്ന് ബന്ധുക്കൾ വാദിക്കുന്നുമുണ്ട്. എൻ്റെ ജീവിതം നഷ്ടപ്പെട്ടു, എൻ്റെ സ്വപ്നങ്ങൾ നഷ്ടമായി, എൻ്റെ ജീവിതം പാഴായി. പാമ്പാടി നെഹ്റു കോളേജ് വിദ്യാർത്ഥി ജിഷ്ണുവിൻ്റേതെന്ന് സംശയിക്കുന്നതാണ് ഈ കുറിപ്പ്. ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് 3:30 കോളേജ് ഹോസ്റ്റലിൽ പരിശോധനയ്ക്കെത്തിയ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ബിജു കെ സ്റ്റീഫൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഹോസ്റ്റലിലെ ഓവുചാലിൽ നിന്ന് കുറിപ്പ് കണ്ടെടുത്തത്. ഇംഗ്ലീഷിലുള്ള 3 വാചകങ്ങളുള്ള കുറിപ്പിൽ ആദ്യ വാക്ക് എഴുതി വെട്ടിയ ശേഷമാണ് മറ്റുള്ളവ എഴുതിയത്. ഇതിൻ്റെ ആധികാരികത സംബന്ധിച്ച് പോലീസിന് സ്ഥിരീകരണമില്ല. ഇത് ജിഷ്ണു എഴുതിയതാണ് എന്ന് വിശ്വസിക്കുന്നില്ല എന്ന് ആരോപിച്ച് ബന്ധുക്കൾ എത്തുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഡിവൈഎസ്പി ബിജു കെ സ്റ്റീഫൻ വളരെ കുപ്രസിദ്ധനായൊരു പോലീസ് ഓഫീസറാണ്. വലിയ കേസുകളൊക്കെ, കൈക്കൂലി കേസുകളൊക്കെ നേരിടുന്ന ഒരാളാണ്. ഭാഗ്യത്തിന് അയാളെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു. അയാളല്ല തുടർന്ന് കേസ് അന്വേഷിക്കാൻ പോകുന്നത്. കിരൺ നാരായൺ ആണ് ഈ കേസ് അന്വേഷിക്കുക. ജിഷ്ണു പ്രണോയിയുടെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകി. ഇരിങ്ങാലക്കുട ASP കിരൺ നാരായണനാണ് അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന ഉദ്യോഗസ്ഥ എന്ന നിലയ്ക്ക് ആ വാർത്ത മാതൃഭൂമി ഇന്ന് പ്രധാന വാർത്തയ്ക്കൊപ്പം തന്നെ തന്നിരിക്കുന്നു. സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജ് പ്രതിഷേധ സൂചകമായി ഇന്ന് അടച്ചിടുന്ന വാർത്തയും മാതൃഭൂമി 1-ാം പേജിൽ തന്നിരിക്കുന്നു. അങ്ങനെ ജിഷ്ണുവിൻ്റെ മരണം ദുഃഖകരമായ ഒരു സംഭവമാണെങ്കിൽ കൂടി അതുമായി ബന്ധിപ്പിച്ച് വിദ്യാർത്ഥികൾ അവരുടെ കൊടിയടയാളമൊന്നും നോക്കാതെ നടത്തിയ ശ്രമങ്ങൾ, പ്രക്ഷോഭങ്ങൾ, അടിച്ചു തകർത്ത ദൃശ്യങ്ങൾ, ഇതൊക്കെ നാം അവരുടെ ആത്മരോഷത്തിൻ്റെ അണപൊട്ടി ഒഴുകലായി നാം കണ്ടതാണ്. തുടർന്ന് സർക്കാർ അത് ഏറ്റെടുക്കുന്നു. സ്വാശ്രയ കോളേജ് മാനേജ്മെൻറ്റുകൾക്ക്, ഗുണ്ടകൾക്കെതിരെ കടിഞ്ഞാൺ വരുന്നു. അതുപോലെ തന്നെ അതേ സംബന്ധിച്ച് അന്വേഷണം വരുന്നു. ഓംബുഡ്സ്മാൻ വരെ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ഒരു ചീത്ത കാര്യം നല്ല കാര്യത്തിലേക്ക് വഴിമാറുന്ന ഒരവസ്ഥയാണ് ഇന്ന് പത്രലോകം നമ്മോട് പറയുന്നത്. ഒരു IAS ഓഫീസറെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ട് തിരിച്ചു വന്നു പത്മകുമാർ. അദ്ദേഹത്തിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. തുടങ്ങിയ വാർത്തകളൊക്കെ ഇന്നലെ വന്നിരുന്നു. എങ്കിൽ ആ സസ്പെൻഷന് മുൻകൈയെടുത്തത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണെങ്കിൽ ഇന്ന് അതിൻ്റെ ഒരു തുടർ വാർത്തയെന്നോണം മംഗളം 1-ാം പേജിൽ ആദ്യ വാർത്ത തരുന്നു. IASകാർക്ക് അടുത്ത പ്രഹരം, പിണറായി ആക്ഷൻ തുടരുന്നു, പോൾ ആൻ്റണിയും തെറിക്കും. EP ജയരാജൻ്റെ കേസുമായി ബന്ധിപ്പിച്ച് 3-ാം പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആളാണ് പോൾ ആൻ്റണി. അതേ സംബന്ധിച്ച വാർത്ത മംഗളം തരുന്നത് കാണുക.
മലബാർ സിമൻസ് മുൻ MD കെ പത്മകുമാറിനെ സസ്പെൻഡ് ചെയ്തതിന് പിന്നാലെ വിവാദ ബന്ധു നിയമന കേസിൽ 3-ാം പ്രതിയായ വ്യവസായ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി പോൾ ആൻ്റണിയെ തലസ്ഥാനത്ത് നിന്ന് നീക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശിച്ചു. അതുകൊണ്ട് ഒന്നിനു പുറകെ മറ്റൊരാൾ കൂടി സ്ഥാനചലനം അയാൾ കൂടി സംഭവിച്ചിരിക്കുന്നു. IASകാരോട് കീഴ്വഴങ്ങേണ്ടതില്ല എന്ന നിലപാടെടുത്തിട്ടുള്ള മുഖ്യമന്ത്രിയുടെ നടപടിയുടെ തുടർച്ചയായിട്ടാണ് മംഗളം ഇത് കാണുന്നത്. എന്നാൽ മുഖ്യമന്ത്രി ഈ കാര്യവുമായി ബന്ധിപ്പിച്ച് ഇന്നലെ അദ്ദേഹത്തിൻ്റെ നിലപാട് ഒരു യോഗത്തിൽ അദ്ദേഹം നടത്തിയ പ്രസംഗത്തിലൂടെ വ്യക്തമാക്കുകയുണ്ടായി. കൊല്ലത്ത് നടന്ന യോഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞത് IASകാരുമായി പോരിലാണ് താൻ എന്ന മനപ്പായസം ആരും ഉണ്ണേണ്ടതില്ല എന്ന് മുഖ്യമന്ത്രി. IASകാരോട് ഒരു ഭരണക്കേഡർ എന്ന നിലയ്ക്ക് ഒരു വിയോജിപ്പും ഒരു കലഹവും തനിക്കില്ല. മറിച്ച് IASകാർ കാണിക്കുന്ന ചില പ്രവർത്തനങ്ങളുള്ള തൻ്റെ വിയോജിപ്പ്, ഭരണാധികാരി എന്ന നിലയ്ക്കുള്ള വിയോജിപ്പാണ് പ്രകടിപ്പിച്ചത്. അതിൻ്റെ പേരിൽ രാഷ്ട്രീയ പ്രതിയോഗികൾ IASകാർക്ക് എതിരെ രംഗത്ത് താൻ വരും എന്ന് മനപ്രയാസം ഉണ്ണേണ്ട കാര്യമില്ല എന്ന് മുഖ്യമന്ത്രി അത് വിശദീകരിച്ചിരിക്കുന്നു. സർക്കാരും IAS ഉദ്യോഗസ്ഥന്മാരും തമ്മിൽ പോര് തുടങ്ങിയെന്ന് ആരും മനപ്പായസം ഉണ്ണേണ്ട എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. അഴിമതി അന്വേഷണങ്ങളിൽ സർക്കാരിന് തുറന്ന സമീപനമാണ്. പരാതി ലഭിച്ചാൽ അന്വേഷിക്കേണ്ടവർ അന്വേഷിക്കും, അന്വേഷണം പാടില്ല എന്ന് പറയുന്ന സമീപനം സർക്കാരിനില്ല. അത്തരമൊരു സമീപനത്തിൻ്റെ അടുത്തേക്ക് IASകാർ നീങ്ങിയപ്പോഴാണ് പ്രതിഷേധിക്കേണ്ടി വന്നത്. ചിലർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തപ്പോൾ ഒരു കൂട്ടം IAS ഉദ്യോഗസ്ഥർക്ക് അമർഷമുണ്ടായി. അതിൽ സഹപ്രവർത്തകർക്ക് വികാരമുണ്ടാകുന്നത് സ്വാഭാവികമാണ്. അത് അംഗീകരിക്കാമെങ്കിലും അവരുടെ നടപടി അതിരു കടന്നു. കാര്യങ്ങൾ ഒരുതരം പ്രക്ഷോഭ രീതിയിലേക്ക് മാറിത്തീരുകയും ചെയ്തു. ഇവിടെ സംഭവിച്ചത് കേരള ചരിത്രത്തിൽ നടക്കാത്തതാണ്. ഒരബദ്ധം അവർക്ക് പറ്റി, അത് പറഞ്ഞ് തിരുത്തി. തുറന്ന മനസ്സോടെയാണ് കാര്യങ്ങൾ പറഞ്ഞ് പിരിഞ്ഞത്. അതുകൊണ്ട് വ്യത്യസ്ത രീതിയിൽ അവർ പ്രവർത്തിക്കുന്നില്ല എങ്കിൽ പ്രത്യേകിച്ചൊരു കാരണവുമില്ലാതെ മുഖ്യമന്ത്രി ഒരു വശത്തും IAS ഓഫീസർമാർ മറുവശത്തും എന്ന നിലയ്ക്കുള്ള ഒരു വിഭാഗീയത, ഒരു വിഭജനം ഉണ്ടാകുമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ട. പക്ഷേ അഴിമതിയുടെ കാര്യത്തിൽ കേസെടുക്കുകയും ആ കേസിൻ്റെ നടപടികൾ മുന്നോട്ട് പോവുകയും ചെയ്യും എന്ന് തന്നെ ഉറപ്പിച്ച് മുഖ്യമന്ത്രി പറയുകയും ചെയ്തു. പാതയോരത്തെ ബിവറേജസ്, നാഷണൽ ഹൈവേയുടെ ഓരത്തുള്ള ബിവറേജസ് മാറ്റണം എന്ന നിലയ്ക്ക് സുപ്രീം കോടതിയുടെ നിർദ്ദേശം വരികയുണ്ടായി എന്ന് നമുക്കറിയാം. ആ നിർദ്ദേശം കേരളത്തിൽ നടപ്പാക്കി തുടങ്ങിയിരിക്കുന്നു. അത് മദ്യപാനികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ദുഃഖകരമായൊരു വാർത്തയാണ്. കാരണം പാതയോരത്തെ അത്തരം ഔട്ട്ലെറ്റുകളിൽ നിന്നാണ് ഇപ്പോൾ അന്യഥാ റെസ്റ്റോറൻറ്റുകളിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരുന്ന ബാറുകൾ ഇല്ലാതിരിക്കുന്ന സാഹചര്യത്തിൽ മദ്യം ലഭിച്ചുകൊണ്ടിരുന്നത് മദ്യപാനികൾക്ക് അതിൻ്റെ ഔട്ട്ലെറ്റുകൾ അടച്ചാൽ, ബിവറേജസിൻ്റെ ഔട്ട്ലെറ്റുകൾ അടച്ചാൽ മദ്യ ലഭ്യതയില്ലാതെയാകും. അങ്ങനെ ഒരു വിഭാഗത്തിനെതിരായി ആ സംഭവം നീങ്ങുമെങ്കിൽ പോലും കോടതി വിധിയുടെ നടപ്പാക്കലിലേക്ക് തന്നെ കേരളം നീങ്ങുന്നു. അതിനെ സംബന്ധിച്ച വാർത്ത ഇന്ന് ദേശാഭിമാനി അതിൻ്റെ പൊതുവാർത്താ പേജിൽ തന്നിട്ടുണ്ട്. അത്രത്തോളം താല്പര്യത്തോടെ മദ്യപാന താല്പര്യമുള്ള ആളുകൾ ഈ വാർത്ത വായിക്കാൻ ഇടയില്ല. നമുക്ക് എന്തായാലും ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് പോകാം ഒരു ചെറിയ പരസ്യ ഇടവേളയ്ക്ക്. പാതയോരത്തെ ബിവറേജസ് ഔട്ട്ലെറ്റുകൾ മാറ്റാൻ നടപടി തുടങ്ങി എന്ന ശീർഷകത്തിലാണ് ആ വാർത്ത ദേശാഭിമാനി തരുന്നത്. പാതയോരത്തെ മദ്യവിൽപ്പനശാലകൾ നീക്കണമെന്ന സുപ്രീം കോടതി ഉത്തരവ് നടപ്പാക്കാൻ എക്സൈസ് വകുപ്പ് നടപടികൾ ആരംഭിച്ചു. ദേശീയപാതയുടെയും സംസ്ഥാന പാതകളുടെയും ഓരത്തുള്ള മദ്യവിൽപ്പനശാലകളാണ് മാറ്റുന്നത്. നിലവിലുള്ള വിൽപ്പനശാലകൾക്ക് മാർച്ച് 31 ശേഷം ലൈസൻസ് പുതുക്കി നൽകരുത് എന്ന് സുപ്രീം കോടതി ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് മാറ്റാനുള്ള നടപടികൾ സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഈ വാർത്ത പറയുന്നത്. മോദിക്കെതിരായ അഴിമതി ആക്ഷേപത്തിൻ്റെ ഹർജി ഇന്നലെ കോടതി പരിഗണനയ്ക്കെടുത്തു. ആ ഹർജിയിന്മേൽ കോടതി എത്തിയിരിക്കുന്ന നിഗമനം അല്ലെങ്കിൽ കോടതിയുടെ നിരീക്ഷണം അഥവാ നിർദ്ദേശം
ജന്മഭൂമി എന്ന പത്രം ഇന്ന് ലീഡ് വാർത്തയാക്കിയിരിക്കുന്നു. കാരണം മോദിക്ക് സഹായകരമായ നിലപാടാണ് കോടതി കൈക്കൊണ്ടിരിക്കുന്നത്. മോഡിക്കെതിരെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ആക്ഷേപത്തിന് അതിന് ഉപോത്ബലകമായി വേണ്ടും വണ്ണം തെളിവ് ഹാജരാക്കുന്നതിൽ പരാതിക്കാരൻ പരാജയപ്പെട്ടിരിക്കുന്നു എന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ജന്മഭൂമിയുടെ ആ ലീഡ് വാർത്ത ഇങ്ങനെയാണ്: സഹാറ ഡയറി വിശ്വാസയോഗ്യമല്ല, ഹർജി തള്ളി, അന്വേഷണത്തിന് ഉത്തരവിട്ടാൽ ജനാധിപത്യം അപകടത്തിലാകും എന്ന നിരീക്ഷണവും കോടതി കൈക്കൊള്ളുകയുണ്ടായി. സഹാറ ബിർള ഗ്രൂപ്പുകളിൽ നിന്ന് നരേന്ദ്രമോദി കോഴ വാങ്ങിയെന്ന ആരോപണം അന്വേഷിക്കാൻ പ്രത്യേക സംഘം രൂപീകരിക്കണമെന്ന ഹർജി സുപ്രീം കോടതി തള്ളി. പ്രധാനമന്ത്രിക്കെതിരെ അന്വേഷണത്തിന് ഉത്തരവിടാൻ മാത്രം വിശ്വാസയോഗ്യമല്ല കോടതിയിൽ ഹാജരാക്കിയ തെളിവുകളെന്ന് ജസ്റ്റിസുമാരായ അരുൺ മിശ്ര, അമിതാവ് റോയ് എന്നിവരടങ്ങിയ ബെഞ്ച് വ്യക്തമാക്കി. തെളിവുകളുടെ അഭാവത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടാൽ ഭരണഘടനാ സ്ഥാപനങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കാതെ വരികയും ജനാധിപത്യം അപകടത്തിലാവുകയും ചെയ്യുമെന്നും കോടതി നിരീക്ഷിച്ചു. തൽക്കാലം മോദിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ലഭിച്ച ആശ്വാസദായകമായ ഒരു വിടുതലായി ഇത് മാറുകയും ചെയ്യും എന്നും നമുക്ക് മനസ്സിലാക്കാം. 8 വർഷത്തെ തൻ്റെ ഭരണത്തിന് ശേഷം ഇന്നലെ ഒബാമ ഭരണരംഗത്ത് നിന്ന് ജനങ്ങളോട് വിട പറയൽ പ്രസംഗം നടത്തി. അങ്ങേയറ്റം വികാരഭരിതമായിരുന്നു ഒബാമയുടെ വിട പറയൽ പ്രസംഗം. താൻ നല്ല പ്രസിഡൻറ്റും അതിലുപരി നല്ല മനുഷ്യനുമൊക്കെയായി തീർന്നത് ജനങ്ങളുടെ സഹായം കൊണ്ടാണ്, ജനങ്ങളെ പരിഗണിച്ചത് കൊണ്ടാണ് തനിക്ക് ആ നിലയ്ക്കുള്ള ഔന്നത്യങ്ങളിലേക്ക് സഞ്ചരിക്കാൻ കഴിഞ്ഞത് എന്നാണ് ഒബാമ പറഞ്ഞത്. മാധ്യമം എന്ന പത്രം 1-ാം പേജിൽ ആ വാർത്ത തരുന്നു: വികാരഭരിതം ഒബാമയുടെ വിട പറയൽ. ഒബാമ വികാരഭരിതമായി കണ്ണു തുടയ്ക്കുന്ന ചിത്രം, ആ ചിത്രമടക്കമാണ് ആ വാർത്ത തന്നിരിക്കുന്നത്. അമേരിക്കൻ ജനതയ്ക്ക് പ്രസിഡന്റ് ബരാക് ഒബാമയുടെ വികാരഭരിതമായ ഗുഡ് ബൈ. പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് വിടവാങ്ങൽ പ്രസംഗത്തിൽ വംശീയതയും അസമത്വവും മൂലം അപകടത്തിലായ ജനാധിപത്യം കാത്തുസൂക്ഷിക്കാൻ അദ്ദേഹം US ജനതയോട് അഭ്യർത്ഥിച്ചു. ഡൊണാൾഡ് ട്രംപിൻ്റെ തെരഞ്ഞെടുപ്പിനെ തുടർന്ന് രൂപപ്പെട്ട കലുഷിതമായ രാഷ്ട്രീയ സാഹചര്യത്തെ സ്വയം വിമർശനാത്മകമായി വിലയിരുത്തുന്നതായി ഒബാമയുടെ പ്രസംഗം. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ പല ഉള്ളടക്കങ്ങളും അന്തർഗതങ്ങളും ട്രംപിൻ്റെ നയങ്ങളോടുള്ള അമേരിക്കൻ ജനതയുടെ വികാരം തന്നെ പ്രകാശിപ്പിക്കുന്നതായിരുന്നു. വംശപരമായ സ്വഭാവ സവിശേഷത, വംശീയമായ അടിച്ചമർത്തൽ ഇപ്പോഴും അമേരിക്കയിൽ അവശേഷിക്കുന്നു എന്ന് വികാരഭരിതനായി ഒബാമ സമ്മതിക്കുകയും ചെയ്തു. 8 വർഷത്തിന് ശേഷം വൈറ്റ് ഹൗസിൻ്റെ പടവുകൾ ഇറങ്ങാൻ തയ്യാറെടുക്കുന്ന സമയത്താണ് ഒബാമയുടെ ഈ പ്രസംഗം നാം മാധ്യമത്തിൽ വായിക്കുന്നത്. ദക്ഷിണേന്ത്യയെ മൊത്തത്തിൽ തന്നെ വിഴുങ്ങാൻ നിൽക്കുന്ന കൊടും വരൾച്ചയുടെ നാളുകളാണ് വരാൻ പോകുന്നത്. അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അപായ സൂചന തരുന്ന ഒരു ദുർനിമിത്തമാണ് എന്ന് വിലയിരുത്തുന്നു ജനയുഗം എന്ന പത്രം. നമുക്ക് അടിക്കടി നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്ന മഴയുടെ ഒരു അളവ്, മഴ വളരെ കുറഞ്ഞാണ് ഇപ്പോൾ പെയ്തിരിക്കുന്നത്. ഇനി അത് തുടർന്ന് പെയ്യുമെന്ന് പ്രതീക്ഷിക്കാനും വയ്യ. വേനലിൻ്റെ കാലമാണ് വരാനിരിക്കുന്നത്. ഇത് കേരളത്തിനെ സംബന്ധിച്ച് മാത്രമല്ല, ദക്ഷിണേന്ത്യയെ മൊത്തത്തിൽ തന്നെ വേനൽ വിഴുങ്ങാൻ പോകുന്നു എന്ന് കണക്കുകൾ വെച്ച് സ്ഥാപിക്കുന്നു ജനയുഗം ഇന്ന് അതിൻ്റെ ലീഡ് വാർത്തയിലൂടെ. അത്രമാത്രം സന്തോഷം തരാൻ ഇടയില്ലാത്ത, അല്ലെങ്കിൽ അത്ഭുതമോ ദുരന്തപൂർണമായ ഒരു ചിന്തയോ ഒക്കെ നമ്മൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന കൊടും വരൾച്ചയുടെ ആ വാർത്ത നമുക്ക് കാണാം. ഒരു പരസ്യ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. വരും നാളുകളിൽ ദക്ഷിണേന്ത്യയെ കാത്തിരിക്കുന്നത് കൊടും വരൾച്ച എന്ന് ജനയുഗത്തിൻ്റെ ലീഡ് വാർത്ത പറയുന്നു. കൊടും വരൾച്ച എന്ന ലീഡ് തന്നെയാണ് അവർ കൊടുത്തിരിക്കുകയും ചെയ്യുന്നത്. കേരളം, കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങളെ ഇത് ബാധിക്കും. ഇതിനകം ആയിരക്കണക്കിന് ഹെക്ടറിൽ കൃഷി നശിക്കുകയും ചെയ്ത കാര്യവും വാർത്തയിൽ ജനയുഗം റിപ്പോർട്ട് ചെയ്യുന്നു. മഴ ലഭ്യതയിൽ വളരെയധികം കുറവുണ്ടായത് കാരണം ദക്ഷിണേന്ത്യയെ കാത്തിരിക്കുന്നത് കൊടും വരൾച്ച. ആവശ്യത്തിന് മഴ ലഭിക്കാതിരുന്നാൽ
ഇരുന്നതിനാൽ ആയിരക്കണക്കിന് ഹെക്ടർ കൃഷിയാണ് ഇതിനകം തന്നെ നശിച്ചിരിക്കുന്നത്. കേരളം, കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങളാണ് ഗുരുതരമായ വരൾച്ചയെ അഭിമുഖീകരിക്കാൻ പോകുന്നത്. കൃഷിനാശത്തിലൂടെ ഈ സംസ്ഥാനങ്ങൾ വൻ സാമ്പത്തിക തകർച്ചയെയും അഭിമുഖീകരിക്കേണ്ടി വരും വൈകാതെ ഈ സീസണിൽ എന്നാണ് ജനയുഗം നിരീക്ഷിക്കുന്നത്. 1975 ശേഷം ഇത്രയും രൂക്ഷമായ ജലക്ഷാമം നേരിട്ട കാലം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല എന്നാണ് കർഷകർ പറയുന്നതെന്നും ഈ വാർത്ത നമ്മോട് പറയുന്നു. MC റോഡിലെ ഗതാഗതം നിലച്ചിരിക്കുകയാണ്. അതുവഴി സഞ്ചരിക്കാം എന്ന് കരുതുന്നവർക്ക് അത് അസാധ്യമായി തീരുന്ന ദിവസങ്ങളാണ് വരുന്നത്. ഇന്ന് തന്നെ അത് നിലച്ചു കഴിഞ്ഞിരിക്കുന്നു. കാരണം ഏനാത്ത് പാലത്തിൻ്റെ അപകടമാണ്. ഏനാത്ത് പാലത്തിൻ്റെ അപകടം താൽക്കാലികമായി പരിഹരിക്കാൻ ഉള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്ന് പറയുന്നെങ്കിലും നാളെ മുതൽ ഗതാഗതം പൂർണ്ണമായും പാലത്തിൽ നിരോധിക്കും. ദീപിക എന്ന പത്രം 1-ാം പേജിൽ ആ വാർത്ത തരുന്നു. ഭാഗികമായി നടത്തി വരുന്ന ഗതാഗതം നാളെ മുതൽ പൂർണ്ണമായും നിരോധിക്കും. പാലത്തിൻ്റെ ബലപ്പെടുത്തൽ ജോലികൾക്ക് ഇത് അനിവാര്യമാണ് എന്ന ഉദ്യോഗസ്ഥ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് നിരോധനം ഏർപ്പെടുത്തുന്നത്. MC റോഡിലെ സഞ്ചാരം സുഗമമാക്കുന്ന പ്രധാനപ്പെട്ട ഒരു പാലമാണ് ഏനാത്ത് പാലം. അതടയ്ക്കും നാളെ മുതൽ. ശബരിമലയിലേക്ക് ഇനി പറക്കാം. അതിനുള്ള സംവിധാനം വികസിച്ച് കഴിഞ്ഞിരിക്കുന്നു. അയ്യനെ കാണാൻ ഇനി പറന്നിറങ്ങാമെന്ന ശീർഷകത്തിൽ കേരള കൗമുദി ആ പുതിയ അവസ്ഥയെ സംബന്ധിച്ച വാർത്ത ഇന്ന് നമുക്ക് തന്നിരിക്കുന്നു. സചിത്രമായി ആദ്യ പറക്കലിൻ്റെ ക്ഷീണം പേറി വരുന്ന ഉദ്യോഗസ്ഥ അനുദ്യോഗസ്ഥന്മാരും ഒരു ഹെലികോപ്റ്ററും ഒക്കെ അടങ്ങുന്ന ചിത്രവും ഈ വാർത്തയ്ക്ക് ഒപ്പം തന്നെ കേരള കൗമുദി തന്നിരിക്കുന്നു. നമുക്കതിലേക്ക് അത് കാണാം. അയ്യനെ കാണാൻ ഇനി പറന്നിറങ്ങാം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ശബരിമലയിലേക്ക് ആരംഭിച്ച ഹെലികോപ്റ്റർ സർവീസ് തിരുവനന്തപുരത്ത് നിന്ന് നിലയ്ക്കലിലേക്ക് കന്നിയാത്ര നടത്തി. ഇന്നലെ രാവിലെ 9:45 തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് തിരിച്ച ഹെലികോപ്റ്റർ 10:15 നിലയ്ക്കൽ മഹാദേവ ക്ഷേത്രം പരിസരത്തെ ഹെലിപാഡിൽ ഇറങ്ങി എന്ന് ഈ സചിത്ര വാർത്ത നമ്മോട് പറയുന്നു. മോദി പറയുന്നത് കുറച്ച് നാൾ കൂടി ക്ഷമിച്ചാൽ ഇപ്പോഴുള്ള എല്ലാ പ്രശ്നങ്ങളും, സാമ്പത്തിക പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും. ഇപ്പോഴുള്ള നിരോധനങ്ങൾ മാറ്റപ്പെടും. അതുകൊണ്ട് വരുന്ന നാളുകൾ അച്ഛാദിൻ ആയിരിക്കും, സുഖകരമായ ദിവസങ്ങളായിരിക്കും. എന്നാൽ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ഒന്നും വിശ്വസിക്കാൻ തയ്യാറല്ല. അദ്ദേഹം പറയുന്നത് വരാനിരിക്കുന്നത് കൂടുതൽ ദുരിതം നിറഞ്ഞ കാലമാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ശാസ്ത്രം അദ്ദേഹത്തോട് പറയുന്നത്. ആ വാർത്ത പൊതുവൃത്താന്തം പേജിൽ വീക്ഷണം എന്ന പത്രം നമുക്കിന്ന് തരുന്നു. അതിങ്ങനെയാണ്: രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ കഴിഞ്ഞ 2 മാസം കൊണ്ട് കൂടുതൽ വഷളായി എന്ന് മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് കുറ്റപ്പെടുത്തി. കൂടുതൽ മോശമായ ദിനങ്ങളാണ് ഇനി പ്രതീക്ഷിക്കേണ്ടത്. നോട്ട് അസാധുവാക്കൽ രാജ്യത്തിന് ദുരന്തമായിരുന്നുവെന്നും വാർഷിക വളർച്ചാ നിരക്ക് കുറയുമെന്നും ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കവേ മൻമോഹൻ സിംഗ് ദില്ലിയിൽ ഇന്നലെ പ്രസംഗിച്ച കാര്യമാണ് ഈ വാർത്തയിലൂടെ വീക്ഷണം നമ്മോട് പറയുന്നത്. ഇനി ഇന്നത്തെ മുഖലേഖനങ്ങൾ. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് സഹായകരമായ ഒരു സുപ്രീം കോടതി വിധി ഇന്നലെ പത്രങ്ങളിൽ വരികയുണ്ടായി. അതിൻ്റെ ഇരകൾക്ക് 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണം. ആജീവനാന്ത ചികിത്സാ സഹായവും നൽകണം. ചികിത്സാ സഹായം നാം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ആ നിലയ്ക്കുള്ള വളരെ മാനവികമായ ഒരു വിധിന്യായമാണ് സുപ്രീം കോടതി മുന്നോട്ട് വെച്ചത്. ആ വിധിന്യായത്തെ മുൻനിർത്തി ഇന്ന് ദേശാഭിമാനിയും അതുപോലെ തന്നെ മാതൃഭൂമിയും എഡിറ്റോറിയലുകൾ എഴുതിയിട്ടുണ്ട്. നമുക്ക് ദേശാഭിമാനിയിലെ എഡിറ്റോറിയൽ കാണുക. എൻഡോസൾഫാൻ കമ്പനികളും കേന്ദ്രവും ഇനി കാഴ്ചക്കാരല്ല. 1/4 നൂറ്റാണ്ടോളം വിഷപ്രയോഗത്തിനിരയായ കാസർഗോഡൻ ഗ്രാമങ്ങളിൽ നീതിയുടെ തിരിവട്ടം. എൻഡോസൾഫാൻ ഇരകൾക്ക് 5 ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം നൽകാനുള്ള സുപ്രീം കോടതി വിധി ആയിരങ്ങൾക്ക് ആശ്വാസം പകരുന്നതാണ്. തലമുറകളിലേക്ക് പടരുന്ന ദുരന്തത്തിൻ്റെ വ്യാപ്തി ഓർത്താൽ ഈ പരിഹാരം നാമമാത്രമാണ്. എന്നാൽ അതുപോലും നൽകാതിരിക്കാനും വർഷങ്ങളോളം വൈകിപ്പിക്കാനും ശ്രമിച്ച ശക്തികളെ മുട്ടുകുത്തിച്ചിരിക്കുന്നു ഈ ചരിത്ര ദൗത്യം. ഏറ്റെടുത്ത് സുപ്രീം കോടതിയിൽ നിയമപോരാട്ടം നടത്തിയ DYFIയെ എത്ര പ്രശംസിച്ചാലും അധികമാകില്ല. ജീവിതം തന്നെ ദുരന്തമായി മാറിയവർക്ക് ആശ്വാസം പകരാനുള്ള ഉത്തരവാദിത്വത്തിന് എൻഡോസൾഫാൻ ഉൽപ്പാദക കമ്പനികൾക്കും കേന്ദ്ര സർക്കാരിനും ഇനി ഒഴിഞ്ഞുമാറാനാകില്ല എന്നതാണ് ചീഫ് ജസ്റ്റിസ് JS കെഹർ അധ്യക്ഷനായ 3-അംഗ ബെഞ്ചിൻ്റെ വിധിയുടെ പ്രാധാന്യം. ഇരകൾക്കുള്ള നഷ്ടപരിഹാരം
കമ്പനികൾ നൽകണമെന്ന ഡിവൈഎഫ്ഐയുടെ ആവശ്യത്തിന് സുപ്രീം കോടതി അടിവരയിട്ടിരിക്കുന്നു. ഒപ്പം ആശ്വാസ പദ്ധതികൾ കേന്ദ്ര സർക്കാരിനുള്ള ഉത്തരവാദിത്വവും എടുത്തു പറയുന്നു സുപ്രീം കോടതി വിധി. ഇക്കാര്യത്തിൽ സുപ്രീം കോടതിയുടെ തീർപ്പ് സുവ്യക്തമാണ്. ജനങ്ങളെ സംരക്ഷിക്കേണ്ട ബാധ്യത സംസ്ഥാന സർക്കാരിൻ്റേത് മാത്രമല്ല എന്ന് വിധി പറയുന്നു. നഷ്ടപരിഹാര പാക്കേജിന് സഹായം നൽകാനും കമ്പനികളിൽ നിന്ന് തുക ഈടാക്കാനും കേന്ദ്ര സർക്കാരിനെ നിർബന്ധിതമാക്കുന്ന ഒരു വിധിന്യായമായിരിക്കും ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത് എന്ന് ദേശാഭിമാനി ഈ മുഖപ്രസംഗത്തിൽ പറയുന്നു. ഇനി ഇന്നത്തെ ചിത്രം. കേരളത്തിലേക്ക് വിരുന്നിനെത്തുന്ന പക്ഷികളുണ്ട്. അപ്രകാരം എത്തുന്ന പക്ഷികളിൽ ഒന്നാണ് ചേരക്കോഴി എന്ന് നാം വിളിക്കുന്ന പക്ഷി. ഈ ചിത്രം കാണുക. ഇത് തിരുവനന്തപുരം മൃഗശാല വളപ്പിലെ കുളത്തിൽ വിരുന്നു വന്ന ചേരക്കോഴിയുടെ പറക്കുന്ന ദൃശ്യമാണ്. ബിജു വർഗീസാണ് ഇത് പകർത്തി മാതൃഭൂമി നഗരം പേജിലൂടെ നമുക്ക് എത്തിച്ചു തരുന്നത്. ഈ ചിത്രത്തോടെ ഇന്നത്തെ വർത്തമാനം സമാപിക്കുകയാണ്. നൈസ് ഡേ.